സെഷൻ്റെ ടൈറ്റിൽ ഹൗ ടു അവോയ്ഡ് സ്പീക്കിംഗ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് ദരീദയുടെ ഒരു ആർട്ടിക്കിളിൻ്റെ പേരാണ്. അത് ഞാൻ ആ ടോപ്പിക്ക് കൊടുത്തതിന് ശേഷം ഞാൻ മേളിലേക്ക് പോയപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മളെങ്ങനെ സംസാരിക്കാതിരിക്കാം എന്നാണ് പറയുന്നത്, പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡബിൾ ബൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഇത് ദരീദയുടെ മെത്തഡോളജിയിലുള്ളതാണ്. നമ്മളിപ്പോൾ ആളുകളോട് പറയും, നീ എന്തിനാണ് അവൻ പറയുന്നത് കേൾക്കുന്നതെന്ന് ചോദിക്കും. അന്ന് പറയുന്നതിൽ ഇവൻ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു കമ്പൾഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മളുടെ എല്ലാം സ്പീച്ചിൽ ഇങ്ങനെ ഈ ലാംഗ്വേജിന് ഇൻഹെറൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. ഈ ഡബിൾ ബൈൻഡ് ഉണ്ടാവുക, ഒരു ഇൻ്റർപ്രിട്ടേഷനിലൊരു നോട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ പക്ഷേ അപ്പം ഞാൻ താഴേക്ക് വന്നിട്ട് അത് ഡിലീറ്റ് ആക്കാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല. പിന്നെ പലതവണ ഈ ടോക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ട് ഞാനത് മാറ്റിവെച്ചു. അത് ഒരു ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇന്ന് തന്നെയും ഞാനതൊന്ന് മാറ്റി വെപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തി നോക്കിയതാണ്. പക്ഷേ പിന്നെന്തായാലും സംസാരിച്ച് കളയാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ശ്രമിക്കുന്നത് ഈ ദരീദയുടെ ഒരു ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് വ്യത്യസ്ത ടെക്സ്റ്റുകളെ നേർക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദരീദയുടെ ഹൗ ടു അവോയ്ഡ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ആർട്ടിക്കിളും ഖുറാൻ്റെ ചില വേഴ്സുകളും ആയിട്ട് എങ്ങനെ സൗണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഖുറാൻ്റെ ചില ടെക്സ്റ്റുകളും ഈ ദരീദയുടെ ആർട്ടിക്കിളും ഇതിനെ എങ്ങനെ നമുക്കതിനെ പരസ്പരം മീറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു സൊസൈറ്റിയിൽ ആ ഒരു ഫേസിലാണ് നമ്മളിപ്പോൾ കൂടുതലുള്ളത്. കാരണം പ്രത്യേകിച്ചും എല്ലായിടത്തും, ലോകത്തിൻ്റെ എല്ലായിടത്തും വളരെയധികം ഒരു എത്നോസെൻട്രിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അഗ്രസീവ് നാഷണലിസത്തിൻ്റെയും ഒക്കെ കാലത്ത് മൈഗ്രൻസ്, ഫോറിനർ, ഇതെല്ലാം കുറേയും കൂടി ഒരു പ്രോബ്ലം സിനേറിയോ ആയി വരുന്ന ഒരു കാലത്ത് കൂടുതൽ ആവശ്യമാകുന്ന ഒരു മെത്തഡോളജി ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി ആണെന്നുള്ള ഒരു അസംഷൻ്റെ പുറത്താണ് ഞാൻ ഈ ടെക്സ്റ്റുകളെ പരസ്പരം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് അതിൽ സൂറത്തുൽ ത്വാഹയിൽ ഒരു കഥയുണ്ട്. ആ കഥ ഇതാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഉത്ബോധനം അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹത്തിനൊരു കുട്ടിയെ, ഒരു സന്താനം ലഭിക്കും എന്നുള്ളൊരു വാർത്ത കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന് അതിന് മുമ്പൊരു എക്സ്പീരിയൻസ് ഉള്ളത് മറിയമിന്
ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഒരു സന്താനത്തെ കിട്ടിയെന്നും അപ്പോൾ പ്രായം ചെന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മകനുണ്ടാകുമെന്നുള്ള ഒരു വാർത്ത കിട്ടുന്ന ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. മകനുണ്ടാകുന്നതെന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകുന്ന മകന് യഹിയ എന്ന് പേരിടണം എന്നുള്ള ഉത്ബോധനം കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ആയത്ത് എന്താണെന്ന് ചോദിക്കും. എന്താണ് ഇതിൻ്റെ ഒരു തെളിവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മറുപടി ഇതാണ്: റബ്ബിജ് അല്ലി ആയത്തൻ കാല ആയത്തുക്ക അൻലാ തുക്കല്ലിമന്നാസ സലാസ ലയാലിൻ സവിയ. 3 ദിവസം ആരോടും സംസാരിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ആയത്ത്. അപ്പോൾ നമ്മളിന്ന് ഇത് വായിക്കുമ്പോൾ 3 ദിവസം വർത്തമാനം പറയാതിരിക്കുന്നത് കൊണ്ട് എന്ത് തെളിവാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്, എന്താണ് അതിനകത്തുള്ള മിറാക്കിൾ, അല്ലെങ്കിൽ എന്താണ് അതിനകത്തു നിന്നുള്ള ഒരു അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഉറപ്പെന്താണ്, സെർട്ടനിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് തോന്നാം. ഇത് പല തഫ്സീറുകളിലും ഇതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ 3 ലെവൽ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസാണ് പറയുന്നത്. അതിൽ ഇമാം തൊബരി, ഇമാം ഖുർത്തുബി, ഇബ്നു കസീർ ഇവർ പറയുന്നത് ഇദ്ദേഹത്തിന് ഫിസിക്കലി യാതൊരു കുഴപ്പമില്ല. അതാണ് സവിയ എന്ന് പറഞ്ഞത്. സവിയ മീൻസ് ഫിസിക്കലി അദ്ദേഹം വളരെ ക്ലിയറാണ്, ഹെൽത്തിയാണ്. അങ്ങനെ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നാവ് നിശ്ചലമായി പോകുന്നു. ഒരു ഫിസിക്കൽ സൈനായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നാവ് ചലിക്കുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനു മുമ്പ് അതിൻ്റെ സിംറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും രോഗം പിടിപെട്ടതായിട്ടുള്ള യാതൊരു ലക്ഷണമോ അടയാളമോ ഇൻസിഡൻസോ ഒന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് പോലും ഇത് സംസാരിക്കാതിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, വളരെ വൃദ്ധനായിരിക്കുന്ന ഒരാൾ പോലും എന്താ പറയുക, അതിലൊരു ജീവൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സ്പേമിന് വളരാനുള്ള ശക്തി കൊടുക്കുന്നത്. അതായത് സവിയായിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന്, അതായത് ഹെൽത്തി ആയിരിക്കുന്ന ഒരാൾക്ക് നിശ്ചലമാകാമെങ്കിൽ നിശ്ചലതയിൽ നിന്ന് ഹെൽത്ത് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരുന്നതും ഗോഡാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് അതിന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇമാം റാസിയുടെയും ഇബ്നു അത്തിയയുടെയും അവർ കുറച്ചും കൂടെ അതിനൊരു സ്പിരിച്വൽ ലെവലാണ് കണ്ടത്. അവർ പറയുന്നത് ആളുകളായിട്ട് വർത്താനം പറയാതിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ലോജിക്കിനെ തൃപ്തിപ്പെടുത്തേണ്ടി വരില്ല എന്നുള്ളതാണ്. നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരുടെ ലോജിക്കിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ 3 ദിവസം അദ്ദേഹം അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ, സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ബോധ്യമാകും ഇത് ലാംഗ്വേജിനും അപ്പുറത്തുള്ള, ലാംഗ്വേജിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. ഇതാണ് അതായത് ആദ്യം വേണ്ടത് നമ്മൾ മറ്റുള്ളവരെ സമാധാനിപ്പിക്കലല്ല, ഒന്ന് നമ്മുടെ കൽബുൻ സലീം എന്ന് പറയുന്നൊരവസ്ഥ, അടങ്ങിയിരിക്കുന്ന മനസ്സുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ലോജിക്കിനെ അടക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ഇൻസൈറ്റാണ് ഇതിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത്. മൂന്നാമത് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഫുസൂസുൽ ഹിക്കമിലാണ്. ഫുസൂസുൽ ഹിക്കമിൽ ഇബ്നു അറബിയുടെ ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്: ഇദാ സക്കത്തത്ത് കലാമുൽ അബ്ദി തക്കല്ലമ കലാമുൽ ഹക്ക് എന്നാണ്. നിങ്ങളുടെ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് നിലനിൽക്കുന്നിടത്താണ് റിയാലിറ്റിയുടെ ലാംഗ്വേജ് ഉണ്ടാകുന്നത്. ഇത് കുറേ കൂടി സ്പിരിച്വലും ഫിസിക്കലും ഉള്ളൊരു എക്സ്പീരിയൻസ് അല്ല, അതൊരു നോസ്റ്റിക്കായ ലാംഗ്വേജിൻ്റെ ബേസിനെ കുറിച്ചിട്ടും ലാംഗ്വേജിൻ്റെ
യൂട്ടിലിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ പോണ്ടർ ചെയ്യാനുള്ള ഒരു മൊമെൻ്റാണ് ഇവിടെ കൈവന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് നമുക്കൊരു റീസണിങ് വേണ്ടത്, എന്തിനാണ് നമ്മളെ ആളുകളെ ലാംഗ്വേജിലൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എന്താണ് ഭാഷ, എന്താണ് ഭാഷണം, ഈ ഒരു വളരെ എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ്. അപ്പോൾ അതൊരു സൈലൻസ് ആസ് ആൻ ഒണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻ, അതായത് ഒരാളുടെ സത്തയെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ച്, ഒരാൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ലാംഗ്വേജിന് മാത്രമല്ല നമുക്ക് സൈലൻസിലൂടെ അതിലൂടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്, എസെൻഷ്യലല്ല, അതിൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കലായ ഒരു ക്വസ്റ്റ്യനാണ് ഇതിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. ഇനി ലാംഗ്വേജിനെ കുറിച്ചിട്ട് ഖുർആനിൽ വരുന്ന മറ്റൊരു വേഴ്സ് സൂറത്തുൽ കഹ്ഫിലാണ് ഉള്ളത്. സൂറത്തുൽ കഹ്ഫിൽ ഗുഹാവാസികളായ ആളുകൾ ആ ഗുഹയിൽ കുറച്ചു കാലം ഉറങ്ങിയതിന് ശേഷം അവർ എഴുന്നേൽക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ എഴുന്നേൽക്കുന്ന മൊമെൻറ്റിൽ ഇങ്ങനെയാണത് പറയുന്നത്: വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം ഖാലു റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും ഫബ്അസു അഹദക്കും ബിവരിക്കിക്കും ഹാദിഹി ഇലൽ മദീന ഫൽയൻളുർ അയ്യുഹ അസ്കാ ത്വആമൻ ഫൽയഅതിക്കും ബിറിസ്കിൻ മിൻഹു വൽയതലത്തഫ് വലാ യുഷ്ഇറന്ന ബിക്കും അഹദ. അവിടെയാണ് എൻ്റെ ഇത്. അപ്പോൾ അവർ പറയുന്നു, നമ്മൾ ഇത്രയും കാലം ഗുഹയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എത്ര ദിവസം നമ്മൾ ഉറങ്ങി? അത് ഒരു ദിവസമോ അല്ലെങ്കിൽ അത് കുറച്ചോ കാലമാണ് നമ്മൾ ഉറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു, നമുക്ക് ഒരു നാണയം കൊടുത്തിട്ട് ഇവർ മാർക്കറ്റിലേക്ക് പോവുക. പക്ഷെ ആ പോകുന്ന സമയത്ത് അവിടെ അതിലുപയോഗിക്കുന്ന വാക്ക് ഇതാണ്, വൽ യതലത്തഫ് എന്നാണ്. അതിന് ഇപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ലേഷൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ യതലത്തഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് കുറച്ച് സൂക്ഷിക്കുക, കോഷ്യസ് ആകുക. അങ്ങനെ കോഷ്യസ് ആയില്ലെങ്കിൽ നമ്മളെ പറ്റിയ ആളുകൾ അറിയും, എന്നിട്ട് അവർ നമ്മളെ പഴയ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരർത്ഥം. പക്ഷേ ഇതിൽ കുറേയും കൂടി ഡീപ്ലി നമ്മളത് നോക്കുകയാണെങ്കിൽ ഈ ലുത്തുഫ് എന്ന് പറയുന്നത് ഈ സൂഫി മെറ്റാഫിസിക്സിൽ വരുന്ന ഒരു കീ വേർഡാണ്. ലുത്തുഫ് എന്ന് പറയുന്നത് നമ്മളൊരു ഡിവൈൻ നോളജിനെ അല്ലെങ്കിൽ ഡിവൈനെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളുടെ ഹോൾ ബീയിങ്ങിലേക്ക് വരുന്ന ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഹോൾനെസ്സാണ്. അതിൽ കൈൻഡ്നെസ് ഉണ്ട്, മേഴ്സി ഉണ്ട്, ജനറലൈസ് ചെയ്യാതെ കാര്യങ്ങൾ ഇത് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ആളുകളെ വളരെ അതിൽ നിന്നാണ് ഈ ലുത്തുഫ് എന്ന് പറയുന്നതിനെ സൂക്ഷ്മത എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് ആളുകളെ ഇന്നതെന്ന് ബ്രാൻഡ് ചെയ്യില്ല. അത് നമ്മളെ ഒരു ഡിവൈനായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിൻ്റെ എല്ലാ സ്വഭാവം അതിന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനൊരു ഹോൾനെസ് എന്ന് പറയാം, ഡിവൈൻ മേഴ്സിയുടെ ഒരു ഹോൾനെസ് എന്ന് പറയാം. അപ്പോൾ ഈ ലുത്തുഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സംസാരിച്ച് പോകുകയാണെങ്കിൽ ആ ലുത്തുഫ് കൈവിടാതെ നോക്കുക. ആ ഡിവൈൻ കോൺഷ്യസ്നെസ്സിന് നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്, ആ കോൺഷ്യസ്നെസ്സിൽ നിന്ന് പുറത്ത് വരാതെ നോക്കുക. പുറത്ത് വരാതെ നോക്കിയില്ലെങ്കിൽ ആളുകളുമായിട്ട് കൂടുതൽ സംസാരിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അവർ നിങ്ങളെ പല ലോജിക്കിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ നിങ്ങളെന്തിനാണ് ഈ ടോക്ക് നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ലോജിക്ക് എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ലോജിക്കാണ്. അപ്പോൾ വേണമെങ്കിലും ഖുർആനിൽ സ്ഥിരം വരുന്ന ഒരിതാണ്, നിങ്ങൾ
കൊടുത്താലേ, ഖുർആനിൽ മാത്രമല്ല എല്ലാ ആത്മീയധാരകളിലും വരുന്നു, കൊടുത്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങൾ കൊടുക്കുക, അത് കിട്ടുക. നമുക്ക് ഇന്നത്തെ എക്കണോമിക്സിൻ്റെ ലോജിക്ക് വെച്ചിട്ട്, ക്യാപിറ്റലിസ്റ്റ് ലോജിക്ക് വെച്ചിട്ട് നമുക്കതിനെ ഒരു കാരണവശാലും മനസ്സിലാവില്ല. അത് എങ്ങനെയാണ് കൊടുത്താൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്, അത് ഞാൻ കൊടുത്താൽ എങ്ങനെയാണ് എനിക്കിത് കിട്ടുക? അത് ബിസിനസ്സിൽ ഇറക്കുമ്പോൾ മാത്രമാണ് അത് മൾട്ടിപ്പിൾ ആവുള്ളൂ. ബിസിനസ്സിൽ ഇറക്കുമ്പോൾ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ഒരാൾക്ക് വെറുതെ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? ഈ ഒരു ട്രാൻസാക്ഷൻ ലോജിക്കിലൂടെയാണ് നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ, എക്കോണമിയിൽ ഇടപെടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ലോജിക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലുത്തുഫിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ആ പഴയ അവസ്ഥയിലേക്ക്, ഈ കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നതിൻ്റെ, ലുത്തുഫ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രീ ലുത്തുഫ് സ്റ്റേറ്റിലേക്ക് പോവും എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്ന ഒരു ഉപദേശം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ പിന്നെ ഖുർആനിൽ വരുന്ന വേറൊരു ഇതിൻ്റെ തഫ്സീറിൽ ഇപ്പോൾ കഷാഫിലൊക്കെ കാണുന്നൊരു സംഭവമുണ്ട്. ആ കഷാഫിൽ പറയുന്നത് രഹസ്യത്തിന് 2 ഭാഷയിലാണ് അറബിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് കത്തുമാൻ എന്ന് പറയും, 2 സിർ എന്ന് പറയും. കത്തുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ സൂറത്തുൽ കഹ്ഫിനെ ഇപ്പോൾ ഈവൻ യൂസുഫ് അലിയിലെല്ലാം വരുന്നത് കോഷ്യസ് ആകുക എന്ന് പറഞ്ഞാൽ കത്തുമാനാണ്. കത്തുമാൻ എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപൂർവം നമ്മൾ മറച്ചു വെക്കലാണ്. നമ്മുടെ പൊളിറ്റിക്സ് ഹൈഡ് ചെയ്യുന്നതിനെ കത്തുമാൻ എന്ന് പറയാം. അല്ലെങ്കിൽ ആളുകളുമായിട്ട് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കത്തുമാനാണ്. നമ്മൾ പല കാര്യങ്ങളും മറച്ച് പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് സിറല്ല. സോഷ്യൽ ഇൻറ്ററാക്ഷനിൽ നമ്മൾ എടുക്കുന്ന ഡിസ്ക്രീഷനാണ് കത്തുമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂറത്തുൽ കഹ്ഫിലെ ഈ വേഴ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ പല മുഫസ്സിരീങ്ങളും ഇത് കത്തുമാൻ എന്നുള്ള രീതിയിലാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇമാം സമഖ്ശരി അതിൽ പറയുന്നു, ഇത് കത്തുമാനമല്ല, ഇതിൽ കുറേം കൂടി വന്നിരിക്കുന്നത് സിറാണ്. സിറെന്ന് പറയുന്നത് ഈ ദറീദയുടെ ആർട്ടിക്കിളിൽ മൊത്തത്തിൽ പറയുന്നത്, നമുക്ക് ഒരു രഹസ്യം വന്നാൽ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രഹസ്യം പറയാതിരിക്കലാണ് അതിൻ്റെ ഒരു ആ രഹസ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. രഹസ്യം കീപ്പ് ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ കാരണം അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ലുത്തുഫ് പോവുകയും നമ്മളാ വേറൊരു സൊസൈറ്റിയുടെ, എക്കണോമിയുടെ ട്രാൻസാക്ഷണൽ ലോജിക്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഈ ബേസിസ് വരുന്നത്. സിറ് എന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ളൊരു സാധനമല്ല, അത് നമ്മളുടെ ഉണർച്ചയിൽ നമുക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈൻ ആയിട്ടുള്ള ഒന്നിൽ നമുക്ക് ലയിച്ച് ചേരുമ്പോൾ വരുന്ന ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ബീയിങ്ങിൻ്റെ ഒരു മാറ്റമാണ്. അത് നമുക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതാണ് സിറ് എന്ന് പറയുന്ന ഒരു സാധനം. ഇതിൽ നിന്നാണ് ഈ നെഗറ്റീവ് തിയോളജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. നെഗറ്റീവ് തിയോളജീനെ വേറൊരു പേര് അതിൻ്റെ അപ്പോഫാറ്റിക് തിയോളജി എന്നാണ്. അപ്പോഫാസിസ് നമ്മൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസാക്ഷനിൽ ഉപയോഗിക്കും. അപ്പോഫാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യലാണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യലാണ്. ഒരു കത്തുമാനിയായ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീഷൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസാക്ഷനിൽ ഈ അപ്പോഫാസിസ് ഉപയോഗിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ സാധാരണ പറയുന്നതാണ്. ഇപ്പോൾ ഒരാളെ പറ്റിയിട്ട് ഒരു നല്ല കാര്യം ഒരാൾ പറയുമ്പോൾ പറയും, അവനെപ്പറ്റി എനിക്കറിയാം, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയും. അത്രേ പറയുള്ളൂ. പ്രത്യേകിച്ചും ഒരു നമുക്ക് വളരെ ദേഷ്യമുള്ള ഒരാളോട് ഒന്നും പറയണ്ട അയാളെക്കുറിച്ചിട്ട്. അയാളല്ലേ, എനിക്കറിയാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു കത്മാനിയ ലോജിക്കാണ്. അത് മീൻസ് നമ്മളൊരാളെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളെ മോശമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോഫാറ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിക്കും.
തിയോളജിയിൽ, നെഗറ്റീവ് തിയോളജിയിൽ അപ്പോഫാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇന്നതല്ല 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 എന്ന് പറയലാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കലാണ്. ഖുറാനിൽ അത് വരുന്നുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ അനുഭവത്തെക്കുറിച്ചിട്ടുള്ളതാണ്. അത് ആ ലാംഗ്വേജ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആ നരേഷൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഫകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാത്തി വൽ അർള് വലിയക്കൂന മിനൽ മൂക്കിനീൻ. അത് ആദ്യത്തെ അതിൻ്റെ വേഴ്സ് ഇതാണ്. അബ്രഹാമിനെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മലക്കൂത്ത് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ശരിക്കും ഇതിൽ വളരെ ഹിഡനായിട്ടുള്ള ഒരു സൂഫി മെറ്റാഫിസിക്കൽ ഇതുണ്ട്. മലക്കൂത്ത് എന്ന് പറയുന്നത് പവറാണ്. നമ്മൾ പവറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. നമ്മളിതെന്ന് പറയുമ്പോൾ ഇത് വളരെ ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കാലത്താണ് നമ്മളിത് പറയുന്നത്. നെഗറ്റീവ് തിയോളജി നമ്മൾ കൂടുതൽ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് നമ്മൾ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കറ്റാഫാറ്റിക് എന്ന് പറയുന്നത്. കറ്റാഫാറ്റിക് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിന് തീർച്ചയായിട്ടും ഇതാണ് എന്ന് പറയുന്നതിനാണ് കറ്റാഫാറ്റിക്. അതിനാണ് യക്കീൻ എന്ന് പറയുന്നത്. അപ്പോൾ കറ്റാഫാറ്റിക് ഒരിക്കലും തിയോളജിക്കലി ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അത് നമ്മളുടെ മനസ്സിന് കൈവരുന്ന ഒരു കോൺഷ്യസ്നെസ്സാണ്. പക്ഷേ ആ ഒരു കോൺഷ്യസ്നെസ് വരുന്നത് എൻഡ്ലെസ് നെഗേഷൻസിലൂടെയാണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ അപ്പോഫാറ്റിക് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് തിയോളജിയുടെ ആവശ്യം വരുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പുതിയ തലമുറയോട് അല്ലെങ്കിൽ പുതിയ ആളുകളോട് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ദെറീദയുടെ ഈ ആർട്ടിക്കിൾ, അദ്ദേഹം മരിച്ചതിന് ശേഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ജേർണലിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ദ ഇൻ്റലക്ച്വൽ ഗ്യാങ്സ്റ്റർ ഈസ് നോ മോർ എന്നാണ്. അതായത് കുട്ടികളെ ഒരു മാഫിയ ബോസിനെ പോലെ അക്കാഡമി ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മാഫിയ കിങ് മരിച്ചതായിട്ടാണ് അതിൽ പറയുന്നത്. അതായത് ഇതൊന്നും ആവശ്യമില്ല, ഇത് പുതിയ തലമുറേനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. അതന്ന് സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആളുകളെ വഴിതെറ്റിക്കുന്ന, ആളുകളെ എൻലെസ്സായ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാധനം എന്തിനാണ് ആളുകളോട് പറയുന്നത്? നെഗറ്റീവ് തിയോളജിയുടെ യൂട്ടിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണ്? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സോഷ്യൽ അനാലിസിസിലൊക്കെ വരുന്നത്. ഇമ്പാക്റ്റ് ഉണ്ടോ, ഇത് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷണൽ ലോജിക്കിൻ്റെ ഒരു ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ലാംഗ്വേജ് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കൺവെൻഷനിലൂടെ എത്തിച്ചേരുന്ന ഒരു സാധനമാണ്. ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞോളണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു കഥയാണിത്. പണ്ടൊരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു 3 ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പൂച്ച അങ്ങോട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഓരോന്ന് പറയുമ്പോഴും പൂച്ച കിടന്ന് കരയും. അപ്പോൾ അദ്ദേഹത്തിനൊരു ഡിസ്റ്റർബൻസ് ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെ ആരെങ്കിലും ഒന്ന് കൊണ്ട് കെട്ടിയിടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് പോയി അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വാതിലടിച്ചിരുന്നു. അവർ തിരിച്ചു വന്നു, ക്ലാസ് എടുത്തു. പിറ്റേ ദിവസം ഇദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പൂച്ച വേറെ സ്ഥലത്തിരുന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ശിഷ്യൻ വീണ്ടും ആ പൂച്ചേനെ എടുത്തിട്ട് കൊണ്ടുവന്നൊരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിടുന്നുണ്ട്. അപ്പോൾ സന്യാസി ഇങ്ങനെ ആലോചിച്ചു, ഇവനെന്തിനിപ്പോൾ ഇത് ചെയ്യുന്നത്? അത് ഒരു ശല്യം ഉണ്ടാക്കാതെ അത് പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു അറിവുണ്ടായി. അതായത് ഞാൻ ഇത്രയും കാലം ഈ വേദാന്ത സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്
ഈ വാക്കുകളുടെ ഉത്സാരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളിനാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഈ ശിഷ്യൻ ഗുരുവായി, പൂച്ചേനെ കെട്ടിയിട്ടുള്ള ശിഷ്യൻ ഗുരുവായി. അങ്ങനെ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് പൂച്ച എവിടെയെന്ന് ചോദിച്ചു. അതായത് ഇവൻ മനസ്സിലാക്കുന്നത് സന്യാസി പൂച്ചേനെ കെട്ടിയിടാൻ പറഞ്ഞത് ഒരു ആചാരക്രിയ ആയിട്ടാണെന്നാണ്, ഒരു കൺവെൻഷനായിട്ടാണ് പറഞ്ഞത്. പൂച്ചയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പൂച്ചേനെ കൊണ്ടുവന്നിട്ടില്ല. എങ്കിൽ ഇപ്പം ഇന്ന് ക്ലാസ് വേണ്ട, നമുക്ക് പൂച്ചേനെ കൊണ്ടുവന്നിട്ട് ക്ലാസ് മതി എന്ന് പറയും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൂച്ചയെ അന്വേഷിച്ചിട്ട് ശിഷ്യന്മാർ പറമ്പെല്ലാം അന്വേഷിക്കുകയാണ്. പിന്നെ അവിടെ ഒരു ബോർഡ് വന്നു, ക്ലാസ്സിന് വരുന്നവർ സ്വന്തമായി പൂച്ചയുമായിട്ട് അകത്തേക്ക് വരിക എന്നുള്ള ഒരു ബോർഡും വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഇതാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ആയിട്ടുള്ള ഓതർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കില്ല, അതൊരു കൺവെൻഷണൽ സിസ്റ്റം അനുസരിച്ചിട്ട് വരുന്നത്. ലാംഗ്വേജിന് ഒറ്റ പർപ്പസാണ് ഉണ്ടാവുക. ഇപ്പം ലിംഗ്വിസ്റ്റിക്സിൻ്റെ വൺ ഓഫ് ദി ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്ന ആളാണ് ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് ലാങ് ആൻഡ് പരോൾ എന്ന് പറഞ്ഞിട്ട് 2. ലാങ് എന്ന് പറയുന്നതിൻ്റെ ഇൻഹെറൻറ്റ് സിസ്റ്റമാണ്. പരോൾ എന്ന് പറയുന്നത് നമ്മളുടെ ലാംഗ്വേജ് പെർഫോമൻസാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പെർഫോമേറ്റീവ് ആക്റ്റാണ്. ഇപ്പോൾ നമുക്കത് 2 പേര് തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകാം. നമ്മൾ ശരിക്കും ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ആശയവിനിമയം നടത്താനല്ല എന്നതിന് പകരം നമ്മൾ പല പെർഫോമേറ്റീവ് റോൾസ് എടുക്കുകയായിരിക്കും. ഒന്ന് നമ്മളാരാന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും. മറ്റൊരാൾ ഒരു കാര്യം പറഞ്ഞ് ഒരു കാര്യം സമർത്ഥിക്കുമ്പോൾ അവനങ്ങ് അത്രയും പോകണ്ട എന്നുള്ള രീതിയിൽ അവനെ ഒന്ന് കൊച്ചാകാൻ വേണ്ടി ലാംഗ്വേജ് ഉപയോഗിക്കും. ലാംഗ്വേജിന് ശരിക്കും അതിൻ്റെ ഒരു പർപ്പസ് ട്രൂത്ത് സീക്കിംഗ് എന്നുള്ളതല്ല, മറിച്ച് അതൊരു സോഷ്യൽ എക്കണോമിക്, നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ ലോജിക്കിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ആണ് അതിൻ്റെ ഒരു രീതി ഉള്ളത്. പിന്നെ വേറൊന്ന്, ലാംഗ്വേജിൽ സയൻസ് സിസ്റ്റം ഉണ്ടാകുന്നത് വളരെ ആർബിട്രറി ആയിട്ടാണ്. ആർബിട്രറി മീൻസ് നമ്മളിപ്പോൾ ഉദാഹരണം ലാംഗ്വേജിൻ്റെ ഒരു സാധനമാണ് മെറ്റോണിമി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. മെറ്റോണിമി എന്ന് പറയുന്നത് രാജാവിനെ സിംബലൈസ് ചെയ്യുന്നതാണ് കിരീടം. എന്തുകൊണ്ട് കിരീടം രാജാവിന് കൊടുക്കുന്നു, ഏത് അർത്ഥത്തിൽ കൊടുക്കുന്നു, ഇതെല്ലാം നേരത്തെ ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു കൺവെൻഷനിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള മീനിങ്സാണ് ഭാഷകൾക്കുള്ളത്. അപ്പോൾ അതൊരു ട്രൂത്ത് സീക്കിങ്ങിൻ്റെ ലോജിക്കല്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ മൊത്തത്തിൽ ഈ സൊസൈറ്റീനെ കുറിച്ചിട്ട് സോഷ്യൽ സയൻസിൻ്റെ ഫാദറായിട്ട് നമ്മൾ പറയുന്ന ആളാണ് അഗസ്റ്റസ് കോംതെ. അദ്ദേഹത്തിൻ്റെ വേറൊരു കണ്ടുപിടുത്തമാണ് പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരിക്കുക. നമ്മൾ ഒരു ലാംഗ്വേജ് വഴി കണ്ടെത്തേണ്ട സാധനം പോസിറ്റീവായിരിക്കണം. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഉറപ്പ് വേണം. ഒരു സെർട്ടൻ ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് ഒരു റിസൾട്ട് അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ ശരിക്കും ഈ സയൻസിലും സോഷ്യൽ സയൻസിലും നമുക്ക് ഇന്ന് പരിചയമുള്ള എല്ലാ നോളജ് സിസ്റ്റംസിനകത്തും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് മീനിങ് ഉണ്ടാക്കി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ ആർബിട്രറി ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാംഗ്വേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ദെറീദ ഈ പുസ്തകത്തിനകത്ത് ഇത്തരം പ്രോബ്ലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മെയ്ഷർ എക്കാർട്ട് ഒരു ക്രിസ്ത്യൻ തിയോളജിയിൽ ഒരു നോസ്റ്റിക് ട്രഡീഷനിൽ വരുന്ന ഒരു ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ്, ഒരു ദൈവത്തെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഇഫ് എനിവൺ തിങ്സ് ദാറ്റ് ഹി ഹാസ് നോൺ ഗോഡ്, ഈവൻ ഇഫ് ഹി ഡിഡ് നോ സംതിങ്, ഹി ഡിഡ് നോട്ട് നോ ഗോഡ്. ഒരാൾ കരുതുകയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെന്ന്. അവൻ എന്തെങ്കിലോ അറിഞ്ഞിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ബട്ട് വെൻ ഐ സെഡ് ദാറ്റ് ഗോഡ് ഈസ് നോട്ട്,
ഞാൻ ദൈവം അല്ല എന്ന് പറയുമ്പോൾ, ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത് ഹി ഈസ് എബവ് ബീയിങ്. ദൈവം ബീയിങ്ങിനേക്കാളും എബവ് ആണെന്നാണ്. ഇല്ല എന്ന് നമ്മൾ പറയുന്നതിനെ, ഇല്ല എന്ന് പറയുന്നതിനെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. ഇപ്പോൾ സൊസ്യൂറിൻ്റെ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത് പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള ഒരു ബൈനറിയിലാണ്. നമ്മളെല്ലാ ആശയങ്ങളെയും മനസ്സിലാക്കുന്നത് ബൈനറിയിലൂടെയാണ്. ഇപ്പോൾ ഇതൊരു കപ്പാണ്, ഇതൊരു കപ്പാണ് എന്ന് ഇതിന് CUP എന്ന വേർഡ് കൊടുക്കുന്നത് തന്നെ ആർബിട്രറിയാണ്. എന്തുകൊണ്ട് ഇതിന് PUC എന്ന് കൊടുക്കുന്നില്ല? PUC എന്നതിന് കൊടുക്കാത്തത് എന്താ? CUP എന്ന് കൊടുക്കുന്നത് എന്താ? അപ്പോൾ അതൊരു ആർബിട്രറി ആയിട്ടുള്ള ഫോമിലൂടെയാണ് വന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഇതിനെ കപ്പെന്ന് മനസ്സിലാക്കുന്നത്, ഇത് ഗ്ലാസ് അല്ലാത്തൊന്ന്, അല്ലെങ്കിൽ പാത്രമല്ലാത്തൊന്ന്, ഇങ്ങനെ നെഗറ്റീവായ ഒരു ബൈനറിയുടെ ബേസിലാണ് നമ്മൾ ഇതിനെ, ഈ കപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. ആ ഒരു ഉണ്മ നമുക്ക് ദൈവത്തിനെ പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തല്ലാത്തതാണ് ദൈവം എന്നുള്ള ഒരു അനദർ ബീയിങ്ങിനെ നമ്മളവിടെ കൊണ്ടുവരികയാണ്. അതുതന്നെ ദൈവത്തിൻ്റെ ഉണ്മയെ, യഥാർത്ഥ ഉണ്മയെ അതിലേക്ക് എത്തിച്ചേരുന്നതിന് പകരമുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് മേഷ റെക്കാർട്ട് പറയുന്നത്, ഞാൻ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ദൈവം ഉണ്മ എന്ന് പറയുന്നതിനേക്കാളും മേലിലാണെന്നാണ്. ദൈവം ഉണ്മ എന്ന് പറയുന്നതിൻ്റെയും എബവാണ്. ഐ ഹാവ് നോട്ട് ഡിനൈഡ് ഹിം ബീയിങ്. ഞാൻ ദൈവത്തിന് ബീയിങ് നിഷേധിച്ചിട്ടില്ല. ബട്ട് റാദർ ഐ ഹാവ് എക്സാൾട്ടഡ് ബീയിങ് ഇൻ ഹിം. പകരം ഞാൻ ചെയ്തത് ദൈവത്തിൽ ഉള്ള ഉണ്മയെ ഞാൻ എക്സാൾട്ട് ചെയ്യുകയാണ്. അതിനെ എനിക്ക് വേറെ വാക്കുകളിൽ പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ, ദൈവത്തിലുള്ള ഉണ്മയെ എനിക്കറിയാം എന്നൊരാൾ പറയുമെങ്കിൽ അയാൾ കള്ളം പറയാണ്. അയാൾ കള്ളം പറയണമെന്ന് മാത്രമല്ല, അയാൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം നമ്മളൊരു സാധനം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇല്ലാത്തതിനെ സങ്കല്പിക്കാതെ നമുക്കുണ്ടെന്ന് പറയാൻ കഴിയില്ല. ആ ഒരു ഉണ്മയേക്കാളും അപ്പുറത്തുള്ള ഒരു ഉണ്മയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉണ്മ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഉണ്മ അല്ല, ഉണ്ടാകലല്ല. അത് വേറെ ഒരു ഉണ്ടാകലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ്, ജെറുസലേം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ ദെറീദയുടെ ആർട്ടിക്കിൾ എഴുതാനായിട്ട് ഈ ആർട്ടിക്കിൾ അദ്ദേഹം ഒരു ടോക്കായിട്ട് ജെറുസലേം യൂണിവേഴ്സിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് ജെറുസലേമിനെ കുറിച്ചിട്ട് അദ്ദേഹം വിചാരിക്കുകയാണ്. ജെറുസലേമിന് ധാരാളം മീനിങ്ങുകളുണ്ട്. ജെറുസലേം ഈസ് ആസ് നിയർ ടു മൈ സോൾ ആസ് ദ പ്ലേസ് വെയർ ഐ ആം നൗ എന്ന് പറഞ്ഞാൽ പാരീസ്. പാരീസിനേക്കാളും എൻ്റെ സോളിന് വളരെ അടുത്ത് നിൽക്കുന്നൊരു സ്ഥലമാണ് ജെറുസലേം. ഇൻ ട്രൂത്ത് ദാറ്റ് വിച്ച് ഈസ് 1000 miles ബിയോണ്ട് ജെറുസലേം ആസ് നിയർ ടു മൈ സോൾ ആസ് മൈ ഓൺ ബോഡി. എൻ്റെ ബോഡിയേക്കാളും വളരെ അടുത്ത് നിൽക്കുകയാണ് ഈ ജെറുസലേമിന് 1000 മൈലുകൾക്കപ്പുറമുള്ള സ്ഥലം പോലും. അപ്പോൾ പക്ഷേ എങ്കിലും ജെറുസലേം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇമാജിനേഷനായിട്ട്, എൻ്റെ ഒരു ഉണ്മയായിട്ട് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സൂഫികളെ കുറിച്ചിട്ട് പറയുന്നൊരു സാധനമുണ്ട്. സൂഫികൾ ബോഡി കൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോഴും അവർ മനസ്സുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടൊക്കെ വരുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് പറയാറുണ്ട്. അതുപോലുള്ളൊരു എക്സ്പീരിയൻസാണ് അത് പറയുന്നത്. അപ്പോൾ ഞാൻ ജെറുസലേമിൽ പോകാതെ പാരീസിലിരിക്കുമ്പോൾ എനിക്ക് ജെറുസലേമിൽ പോകാൻ കഴിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പണ്ട് മറ്റേ ആറുണ്ണിയുടെ ഒരു ചെറുകഥയുണ്ടായിരുന്നു. അതിലൊരു ഉമ്മയും കണ്ണ് കാണാൻ വയ്യാത്തൊരു ഉമ്മയും
ഒരു പേരക്കുട്ടിയും കൂടെ ആ തൊടിയിലെല്ലായിടത്തും പോകുന്നു. ആ തൊടിയിൽ ഓരോ സ്ഥലത്തിനും ഒരു പേരിട്ടിരിക്കുന്നുണ്ട്. വാഷിങ്ടൺ, ഇത് റോം, ഇത് പാരീസ്, ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് അവരൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജെറുസലേമിനെ ലോകം മൊത്തം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളും, പിന്നെ നമ്മളുടെ സഞ്ചാരം ചാനലിൽ നടത്തുന്ന ആളുടെ പേരെന്താണ്, ജോർജ് കുളങ്ങര റോമിൽ പോയതും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ശരിക്കും മീനിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജെറുസലേമിലേക്ക് പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ യെരുശലേം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഹോളി പ്ലേസ് എന്നുള്ളതിൻ്റെ ഒരു ഇമാജിനേഷനായിട്ട് മനസ്സിൽ നിന്നാൽ മതിയോ? ഇന്നത്തെ ജെറുസലേം, പ്രത്യേകിച്ചും പലസ്തീനിലെ ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ ഇത് നമ്മളുടെ ഇന്നത്തെ ആനുകാലിക പൊളിറ്റിക്കൽ സാഹചര്യത്തിലുള്ള യെരുശലേമിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവും. അവിടെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജെറുസലേം അവിടെ ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജെറുസലേം ക്യാപിറ്റലാക്കിയിട്ട് ഒരു പുതിയ പൊളിറ്റിക്കൽ ഇമാജിനേഷന് നരേറ്റീവ്സ് ഉണ്ടാക്കുന്നവർ, അത് യഥാർത്ഥത്തിലുള്ള ഇവിടെ ലോകത്തുള്ള മൊത്തം സെമിറ്റിക് വിശ്വാസികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു യെരുശലേമിനെയാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ട്രംപിൻ്റെ പുതിയ ഗസ പീസ് പ്ലാനിൻ്റെ ബോഡിയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുണ്ടാക്കാൻ പോകുന്ന ഒരു യെരുശലേമാണോ നമ്മളുടെ ഒരു മെറ്റാഫിസിക്കൽ അർത്ഥത്തിൽ അല്ലെങ്കിൽ തിയോളജിക്കൽ അർത്ഥത്തിൽ ഹോളി ലാൻഡ് എന്നുള്ള ഇമാജിനേഷനിൽ നിൽക്കുന്നൊരു യെരുശലേം? അപ്പോൾ ഇതെല്ലാം, അതായത് ഈ മീനിങ് എന്താണ് റിയൽ എന്നുള്ള മീനിങ് ദരീദ പറയുന്നത് അത് ഡിഫറൻസ് ആണ്. സൊസ്യൂർ പറഞ്ഞു ഈ കപ്പിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കപ്പല്ലാത്ത മറ്റ് സാധനങ്ങളിൽ നിന്നുള്ള അതിൻ്റെ ഡിഫറൻസാണ് അതിൻ്റെ മീനിങ്, അതാണ് ഡിഫറൻസ്. എന്നിട്ട് ദരീദ അതിന് വേറൊരു പേര് വിട്ടത് ഡിഫറൻസ് എന്നാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ നീട്ടി വെക്കുക എന്നാണ്. അതായത് യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് നീട്ടി വെക്കുന്നതാണ്, അത് ഫുൾഫിൽ ചെയ്യുന്നതിലല്ല, പോസ്റ്റ്പോൺ ചെയ്യുന്നതിലാണ്. അതായത് കുറേ സയൻസ് സിസ്റ്റത്തിൻ്റെ ഡിഫറൻസുകൾക്കിടയിലുള്ള നീട്ടിവെക്കലിലൂടെ സാധ്യമാകുന്ന ഒരു യക്കീനാണ്. ഈ ഇല്ലല്ലാ എന്ന് പറയുന്നത് നമ്മൾ നോളജിലൂടെ നേടിയെടുക്കുന്നതല്ല. ഇല്ലല്ലാ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളോട് ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഫീലിംഗ് ആണ്. ദരീദ ഇതിൽ പറയുന്ന വേറൊരു പോയിൻ്റ് പ്രെയറിനെ കുറിച്ചിട്ടാണ്. ആബ്സെൻസ് ഓഫ് പ്രെയർ. നമ്മൾ പ്രെയറിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ലാംഗ്വേജാണ്. ലാംഗ്വേജിലൂടെ ഈ ഒരു പ്രോബ്ലം പലപ്പോഴും ലാംഗ്വേജിലൂടെ പ്രെയർ എക്സ്പ്രസ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്കത് കൂടുതൽ അനുഭവിക്കാൻ കഴിയും. അതിന് അപ്പോസ്ട്രോഫി എന്ന് യഥാർത്ഥത്തിൽ അർത്ഥം വേറൊരാളോട് വളരെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നൊരു പോയിൻ്റാണ്. ഇപ്പം നമ്മൾ പ്രെയറിൽ അപ്പോസ്ട്രോഫിയാണ് വരുന്നത്. മീൻസ് ഇപ്പോൾ ഞാൻ ജോലി കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ജോലി എന്നുള്ളതിലാണ് നമ്മളുടെ സ്ട്രെസ് വരുന്നത്. എൻ്റെ കിഡ്നിയുടെ അസുഖം മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിലാണ് ഫോക്കസ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, there would be no prayer, no pure possibility of prayer without what we glimpse as a menace or a contamination. ഒരു ശല്യം അല്ലെങ്കിൽ അതിനെ അഴുക്ക് പുരളുന്ന ഒരവസ്ഥയിൽ അതായത് ലാംഗ്വേജിൻ്റെ അഴുക്ക് പുരളാതെ, ലാംഗ്വേജ് ഒരു ബാധയാകാതെ നമുക്ക് പ്രെയർ സാധ്യമല്ല. അത് ഒന്നുകിൽ റൈറ്റിംഗ് ആയിട്ടോ, കോഡായിട്ടോ, റെപ്പിറ്റേഷൻസ് ആയിട്ടോ, അനോളജി ആയിട്ടോ, മൾട്ടിപ്ലിസിറ്റി ഓഫ് അഡ്രസ്സസുകളായിട്ടോ, നീ, ദൈവം, റബ്ബ്, പടച്ചവൻ, ഇങ്ങനെയുള്ള മൾട്ടിപ്ലിസിറ്റി ഓഫ് അഡ്രസ്സുകളായിട്ടോ ഒക്കെ പറയാതെ ഒരു പ്രെയർ സാധ്യമല്ല. ഇഫ് ദെയർ വെയർ എ പ്യുവർ എക്സ്പീരിയൻസ് ഓഫ് പ്രെയർ,
ഈ ലാംഗ്വേജിൻ്റെ കൊൻറ്റാമിനേഷനും ലാംഗ്വേജിൻ്റെ ബാധയ്ക്കും അപ്പുറത്തുള്ള ഒരു പ്രെയർ സാധ്യമാകുകയാണെങ്കിൽ വുഡ് വൺ നീഡ് റിലീജിയൻ ഓർ നെഗറ്റീവ് തിയോളജീസ്? അവിടെ നെഗറ്റീവ് എന്നല്ല, ഒരു തിയോളജിയുടെയും ആവശ്യമില്ല. ആ ഒരു പ്രെയർ സാധ്യമാക്കുന്ന ഒരു മൊമെൻറ്റിൽ ബാക്കിയുള്ളതെല്ലാം അപ്രസക്തമാവുകയാണ്. വുഡ് വൺ നീഡ് എ സപ്ലിമെൻ്റ് ഓഫ് പ്രെയർ? ബട്ട് ഇഫ് ദർ വെർ നോ സപ്ലിമെൻറ്റ്, ഇഫ് കൊട്ടേഷൻ ഡിഡ് നോട്ട് ബെൻഡ് പ്രെയർ, ഇഫ് പ്രെയർ ഡിഡ് നോട്ട് ബെൻഡ്, ഇഫ് ഇറ്റ് ഡിഡ് റൈറ്റ് സബ്മിറ്റ് ടു റൈറ്റിംഗ്, പ്രെയർ എഴുതി വെക്കുന്നതിനെ റെസിസ്റ്റ് ചെയ്യുകയും അതിനെ തല കുനിക്കാതിരിക്കുകയും ലാംഗ്വേജിൻ്റെ കോഡിനെ അതിജയിക്കുകയും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിലേക്കും പ്രെയർ പോകാതിരിക്കുകയും ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തിയോളജി വിൽ ബിക്കം ഇമ്പോസിബിൾ എന്നാണ് ആ ആർട്ടിക്കിളിൻ്റെ അവസാനം പറയുന്നത്. അവിടെ ലാംഗ്വേജ് അപ്രസക്തമാവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരു തമിഴ് പാട്ടുണ്ട്, മൊഴി എന്ന് പറയുന്നൊരു സിനിമയിലൊരു പാട്ടുണ്ട്. അതിങ്ങനെ വളരെ യാദൃച്ഛികമായി ഞാൻ ഇന്ന് ട്രെയിനിൽ വരുമ്പോൾ ഇങ്ങനെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന കുറച്ച് പാട്ടുകളിലുള്ളൊരു പാട്ടാണ്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് അതിൻ്റെ ഒരു മീനിങ് അതിങ്ങനെയാണ്. അതിൻ്റെ ഇയർക്കയിൻ മൊഴികൾ പുറിന്ത് വീടിൽ മനിതരിൻ മൊഴികൾ തേവയില്ലേ എന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ പ്രകൃതിയുടെ മൊഴി അത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുമുള്ള ഫിനോമിന, അത് കാറ്റിൻ മൊഴിയെ, ഈ കാറ്റിൻ്റെ മൊഴി എന്ന് പറയുന്നത് അതാണോ, ഇപ്പോൾ കടലിൻ്റെ മൊഴി എന്ന് പറയുന്നത് അതിൻ്റെ ഓളമാണോ സംഗീതമാണോ, അങ്ങനെ അല്ല ഓളമാണോ ഒലികളാണോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. നിങ്ങൾ ഈ പ്രകൃതിയുടെ മൊഴികളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനിതരിൻ മൊഴികൾ തേവയില്ലേ, നിങ്ങൾക്ക് മനുഷ്യരുടെ ഭാഷയുടെ ആവശ്യമില്ല എന്നാണ്. രണ്ടാമത്തേത് ഇതയത്തിൻ മൊഴികൾ പുറിന്ത് വിടിൽ മനിതർക്ക് മൊഴിയെ തേവയില്ലേ. മറ്റേത് മനിതരിൻ മൊഴികളാണ്, ഇത് ഇതയത്തിൻ മൊഴികൾ പുറിന്ത് വിടിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ഭാഷയുടെ ആവശ്യമേ ഇല്ല. മനുഷ്യരുടെ ഭാഷ എന്നല്ല, മനുഷ്യർക്ക് തന്നെ ഭാഷയുടെ ആവശ്യമേ ഇല്ല. പിന്നെ അതിൽ പറയുന്നത് കാതൽ പേശും മൊഴിയെല്ലാം ശബ്ദക്കൂട്ടിൽ അടങ്ങാതെ. ലാംഗ്വേജ് ഓഫ് ലവ്, അതായത് പ്രണയം പറയുന്ന ലാംഗ്വേജുകൾക്ക് നമുക്ക് ലാംഗ്വേജിൻ്റെ കോഡിൻ്റെ ശബ്ദത്തിൻ്റെ കൂട്ടിൽ അതിനെ അടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലാംഗ്വേജിന് അതീതമാകുന്ന ഒരു പ്രണയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഡിവൈൻ എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ്. ഇത് വളരെ മെറ്റാഫിസിക്കലായി ഇങ്ങനെ പറയുന്ന ഒരു പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ വാജിദ് ഇരിപ്പുണ്ട്. വാജിദിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവസാനം കിട്ടിയ പുസ്തകം ഷൈ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഷൈ റാഡിക്കൽസ്. അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു 4-5 ആവർത്തി വായിച്ച ഒരു വളരെ ചെറിയ ബുക്കാണ്. 100 പേജോ 80 പേജോ ഒറ്റ ഉള്ളതിന്. ഹംസ അഹ്സൻ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം, നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത ഈ ഒരു പോസിറ്റീവ് തിങ്കിങ്, ഭയങ്കരമായിട്ട് നമ്മൾ ആളുകളെ ഇമ്പ്രസ് ചെയ്യുക, നമ്മുടെ ലോജിക്കിലൂടെ. ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഈ ഷൈനെസ് എന്ന് പറയുന്ന സാധനം, ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ആക്റ്റാണെന്നാണ്. നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത്, കാരണം ഇന്നത്തെ സൊസൈറ്റി വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, പെട്ടെന്ന് എല്ലാം ചെയ്യുക. ഈ നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഡിമാൻഡ് ചെയ്യുന്ന കോലാഹലങ്ങളുടെ ഒരു ലോകമാണ്. എപ്പോഴും ഇങ്ങനെ റീൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും ഇതൊരു റീൽസ് ആവാൻ സാധ്യതയുള്ള ഒരു മൊമെൻറ്റിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്.
ഞാനിങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു ബഹളങ്ങളാണ്, ഒച്ചപ്പാടുകളാണ്. അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഹംസ ഹസൻ ചോദിക്കുന്നത്. അപ്പോൾ ഷൈ ആകുക, ഇൻട്രോവർട്ട് ആകുക, വിത്ഡ്രോ ചെയ്യുക, പെട്ടെന്ന് പ്രതികരിക്കണമെന്ന സമൂഹത്തിൻ്റെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഡിമാൻഡിന് ചെവി കൊടുക്കാതിരിക്കുക, എല്ലാ അസംബ്ലികളിലും പോകാതിരിക്കുക, എല്ലാ മീറ്റിങ്ങിലും പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പുതിയ ആശയങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് അങ്ങനൊരു സാധ്യതകളും കൂടിയുണ്ട്. അതായത് ഞാൻ പറയുന്നത് കേവലം ഒരു ആശയ ലോകത്ത് നിൽക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ വളരെ പ്രായോഗികമായ തലത്തിലേക്ക് കൂടി അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ചിന്തകളും ഒരു സാമൂഹ്യ ശാസ്ത്ര രീതികളും ഒക്കെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഒന്ന്, കാതൽ പേശും മൊഴിയെല്ലാം ശബ്ദക്കൂട്ടിൽ അടങ്ങാതെ. ഇതാണ് ഇന്നത്തെ മൊത്തത്തിൽ ടോക്കിൻ്റെ ഒരു മെസ്സേജായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും.